ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ മനസ്സു തുറക്കാം എന്ന പാഠഭാഗമാണ്. അതിൽ തെനാലി രാമനെക്കുറിച്ചുള്ള കഥകൾ വായിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും വായിച്ചു കാണുമെന്ന് വിചാരിക്കട്ടെ. നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല, നമ്മെ ചേർത്ത് നിർത്തുന്നതിനും മാതൃഭാഷയ്ക്ക് കഴിയുമെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന 9ാമത്തെ പേജിലെ ഭാഗമാണ്. ഇത് എടുത്തിട്ടുള്ളത് ശ്രീ പവിത്രൻ എഴുതിയ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന ഭാഗത്തു നിന്നുമാണ്. നമ്മൾ പഠിച്ച ചില വാക്കുകൾ ഇടി, പുഴ, മിന്നൽ, മഴ, ഈ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വെറും വാക്കുകളായിട്ടല്ല നമ്മുടെ മനസ്സിൽ അത് പതിയുന്നത്. അത് നമ്മുടെ മനസ്സിൽ കുറേ ചിത്രങ്ങൾ കോറിയിടുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷുടെ ഒരു കവിത കൂട്ടുകാർക്ക് വേണ്ടി ഞാനിവിടെ ചൊല്ലാം. ശീശു രണ്ടൊച്ച ദോശ ചുടുമ്പോളുള്ളൊച്ച, ദോശ ചുടുന്നത് കാതറിയും ദോശ ചുടുന്നത് മൂക്കറിയും, കാതും മൂക്കും കൂടിയിട്ടെന്നുടെ വായിൽ ഒരു പുഴയുണ്ടാക്കും, കാതും മൂക്കും കൂടിയിട്ടെന്നുടെ വായിൽ ഒരു പുഴയുണ്ടാക്കും. ഇത് കുഞ്ഞുണ്ണി മാസ്റ്റർ എഴുതിയ വളരെ അർത്ഥമുള്ള ഒരു കവിതയാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ദോശ എന്ന പദം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ ഒച്ച കേൾക്കുന്നു, ദോശ ചുടുന്ന ഒച്ച. നമ്മുടെ മൂക്കിൽ അതിൻ്റെ മണം അടിച്ചു കയറുന്നു. അങ്ങനെ കാതും മൂക്കും ദോശയുടെ ശബ്ദവും ദോശയുടെ മണവും ചേർന്ന് വായിൽ വെള്ളമുണ്ടാക്കുന്നു, ഒരു പുഴയുണ്ടാക്കുന്നു എന്നാണ്. ഇവിടെ ദോശ എന്ന പദം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ദോശയുടെ രൂപം, ദോശയുടെ ശബ്ദം, ദോശയുടെ മണം. അങ്ങനെയാണെങ്കിൽ പുഴ എന്ന പദമോ? പുഴയുടെ കുളിർമ, പുഴയുടെ നനവ്, പുഴയുടെ ശബ്ദം, പുഴയുടെ ഒഴുക്ക്, പുഴയുടെ അട്ടഹാസം എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയുന്നു പുഴ എന്ന വാക്ക് കേൾക്കുമ്പോൾ. ഇടി എന്ന വാക്ക് കേട്ടാലോ പേടിയാവും, മിന്നൽ എന്ന വാക്ക് കേട്ടാലോ പേടിയാവും. ഇതെല്ലാം നമ്മിൽ വികാരങ്ങൾ ഉണ്ടാക്കുന്നു. അമ്മ എന്ന പദം കേൾക്കുമ്പോൾ നമുക്ക് സ്നേഹമാണ് മനസ്സിൽ തോന്നുന്ന വികാരം. ഇടി എന്ന് കേൾക്കുമ്പോൾ പേടി, മഴ എന്ന് കേൾക്കുമ്പോൾ ഇഷ്ടവും അതുപോലെ തന്നെ പേടിയുമുണ്ട്. വെള്ളപ്പൊക്കം എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. ദുഷ്ടൻ, ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ കേൾക്കുമ്പോഴോ വെറുപ്പാണ്. അപ്പോൾ ഭാഷ ഒരു പദം ഇട്ടു തരുമ്പോൾ അതിലൂടെ നമ്മിൽ പല വികാരങ്ങൾ മിന്നിമറയുന്നു. നമ്മൾ കാണാത്ത ഒരു ലോകത്തെ നമ്മുടെ മുന്നിലെത്തിക്കാൻ ഭാഷയ്ക്ക് കഴിയും, നമ്മുടെ മാതൃഭാഷയ്ക്ക് കഴിയും. ഇവിടെ പറയുന്നുണ്ട്, പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനേക്കാൾ ശേഷി വേണം ഇല്ലാത്തതിനെ ഭാവന ചെയ്യാൻ, ഇല്ലാത്തതിനെ നമ്മളിങ്ങനെ ചിന്തിച്ചെടുക്കാൻ. അതിന് മാതൃഭാഷയ്ക്ക് കഴിയും. അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്നും കൂടി പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ പാഠഭാഗം. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. വായിക്കാം, പറയാം. കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം അനുഭവപ്പെടുന്നു? ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെ? ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം? ഇതാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഭാഷ പഠിക്കാൻ തുടങ്ങുന്നത്? കണ്ടറിയും, കേട്ടറിയും, തൊട്ടറിയും, അനുഭവിച്ചറിയും. അങ്ങനെയാണ് നാം നമ്മുടെ മാതൃഭാഷയിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇതുതന്നെയാണ് കുട്ടിക്കാലത്തിൻ്റെ സവിശേഷതയും. 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറയുന്നത്, ഇടി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ഉണ്ടാകുന്നത്, നിലാവ് എന്ന് കേൾക്കുമ്പോൾ ഒരു കുളിർമയാണ് ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ രൂപത്തിലുള്ള അറിവ് ഏതെന്നാണ് അടുത്ത ചോദ്യം. അതേതാണ്? അനുഭൂതിയുടെ
അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം എന്നാണ് അടുത്ത ചോദ്യം. ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കാത്തതായി എന്താണുള്ളത്? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്നതിനേക്കാളും മറ്റൊരു ലോകത്തെ നമ്മുടെ മുന്നിലേക്ക് മാതൃഭാഷ എത്തിക്കുന്നു. അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത് ബന്ധപ്പെടുത്തി പറയാം എന്നുള്ളതാണ്. ഇപ്പം പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴയില്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു അല്ലേ? പുഴയുടെ നനവ്, പുഴയുടെ കുളിർമ, പുഴയുടെ ഒഴുക്ക്, പുഴയുടെ ഒരു രൂപം ഒക്കെ മനസ്സിൽ കാണുന്നില്ലേ? അതുപോലെ വേറെ പദങ്ങൾ വെച്ച് കൂട്ടുകാർക്ക് ഇതേപോലത്തെ വാചകങ്ങൾ ചിന്തിച്ച് എഴുതി വയ്ക്കാം. കാഴ്ചയെക്കുറിച്ച് പുഴ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ വരുത്തിയ രൂപങ്ങൾ, അതുപോലെ നമ്മുടെ കാഴ്ച, അതേപോലെ തന്നെ കേൾവി, നമ്മുടെ മണം, നമ്മുടെ രുചി, നമ്മുടെ സ്പർശം, അതിനെക്കുറിച്ചൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കൂട്ടുകാർക്ക് എഴുതാനുണ്ടാവും. അതെല്ലാം നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുമല്ലോ. കൂട്ടുകാർ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത കേട്ടിട്ടില്ലേ? പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. എന്താണ് ഈ കവിത കൊണ്ട് അർത്ഥമാക്കുന്നത്? പാണ്ഡൻ നായും പല്ലും ശൗര്യവും ഒന്നുമല്ല വിഷയം. ഈ ചൊല്ല അർത്ഥമാക്കുന്നത് ആളുകളുടെ ശക്തിക്കുറവിനെയാണ്. പണ്ടത്തെ പോലത്തെ ശക്തി ഇപ്പോഴില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്തരം പഴഞ്ചൊല്ലുകൾ കണ്ടുപിടിക്കാനാണ് അടുത്ത പ്രവർത്തനം. ഉദാഹരണമായി കൂനിന്മേൽ കുരു എന്നായാലോ? മുതുകത്തൊരു കൂന് വന്നു, ഒരു മുഴ, അതിൻ്റെ മുകളിൽ ഒരു കുരു വന്നാൽ എങ്ങനെയിരിക്കും? കഷ്ടം, കഷ്ടകാലത്തിൻ്റെ ഒപ്പം പിന്നെയും കഷ്ടം അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാം നിങ്ങൾക്ക്, കൂനിന്മേൽ കുരു. അല്ലെങ്കിൽ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയാം. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു. ഇടിവെട്ടി ആള് അവിടെ കിടക്കുകയാണ്, എണീക്കാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ വന്നൊരു പാമ്പ് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? പിന്നെയും കഷ്ടം തന്നെ അല്ലേ? പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമുക്ക് എല്ലാം നമ്മുടെ മുറ്റത്തുണ്ട്, പക്ഷെ നമുക്കതിനോട് ഒരു വിലയില്ല. അപ്പുറത്തെ വീട്ടിലെ മുല്ലയോടാണ് നമുക്ക് താല്പര്യം. അവിടെ നല്ല മുല്ലപ്പൂവുണ്ട്. നമ്മുടെ മുറ്റത്ത് മുല്ലയുണ്ട്, പക്ഷെ നമുക്കത് വേണ്ട. അതാണ് ആ പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഴഞ്ചൊല്ലുകളിലൂടെ ഇവിടെ പറയുന്നത് ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അതേപോലെ തന്നെ അവസ്ഥകളെക്കുറിച്ചും ആണ്. ഇനി നോക്കൂ, പഴഞ്ചൊല്ലിൻ്റെ പരിചിത വസ്തുക്കളെ, അനുഭവങ്ങളെ പരിചയപ്പെടാം. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. അതിൽ പരിചിത വസ്തുക്കൾ, അനുഭവങ്ങൾ വരുന്നത് നായ, പല്ല്, ശൗര്യം എന്നാണ്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നായാലോ? അവിടെ ഗതികേട്, പുലി, പുല്ല്, ഇതാണ് പരിചിത വസ്തുക്കളും അനുഭവങ്ങളും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ലിലോ? മുറ്റം, മുല്ല, മണം, അങ്ങനെയാണ് പരിചിത വസ്തുക്കളും അനുഭവങ്ങളും വന്നു ചേരുന്നത്. മനസ്സിലുണ്ടാക്കുന്ന ആശയം, പഴഞ്ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയം ഇവിടെ കൊടുത്തിട്ടുള്ളത് പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഈ പഴഞ്ചൊല്ലിൽ വരുന്ന ആശയം, ഒരു കാലത്ത് കരുത്തനായി ഇരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല എന്നാണ്. അതുപോലെ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന പഴഞ്ചൊല്ലിന് എന്താണ് ആശയം വരുന്നത്? നികൃഷ്ടമായി കരുതിക്കൂട്ടി ഒരിക്കലും നമ്മൾ ചെയ്യില്ല എന്ന് കരുതുന്ന കാര്യം പോലും ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നു എന്നാണ് ആശയം വരുന്നത്. ഇനി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ലിലോ? പരിചിതവും വേഗത്തിൽ ലഭിക്കുന്നതുമായ കാര്യങ്ങളോട് താല്പര്യമില്ലായ്മ എന്നതാണ് ആശയമായി അവിടെ വരുന്നത്. അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഇവിടെ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മാൻ്റെ ആട് എന്ന നോവലിലെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കുട്ടി ചെന്നിട്ട് മാതാവെന്നും പിതാവെന്നും ഒക്കെയാണ് സംബോധന ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു? തവി കൊണ്ട് ഒരടി അങ്ങോട്ട് കൊടുത്തു. മാതാവേ പിതാവേ എന്നൊന്നും വിളിക്കണ്ട, ഉമ്മ ബാപ്പ എന്ന് വിളിച്ചാൽ ആ ഉമ്മയ്ക്ക് മനസ്സിലാവും, ബാപ്പയ്ക്കും മനസ്സിലാകും എന്നാണ്. പക്ഷേ ഇവിടെ അബ്ദുൽ ഖാദർ എന്ന ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു പ്രശ്നക്കാരൻ. വലിയ വ്യാകരണത്തോടുകൂടി സംസാരിക്കാനാണ് കുട്ടികളെ പഠിപ്പിച്ചത്. കുട്ടികൾ അതനുസരിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ അടിയും കിട്ടി. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് കൂട്ടുകാർക്ക്?
മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ സംസാരിക്കാൻ, അല്ലേ? മാതാവേ പിതാവേ എന്നൊന്നും വിളിക്കണ്ട, ഉമ്മ ബാപ്പ എന്ന് വിളിച്ചാൽ മതി. അതാണ് മാതൃഭാഷയുടെ ചന്തം. മാതാവേ എന്നും പിതാവേ എന്നും പറഞ്ഞപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്താണ് കാരണം എന്നാണ് ചോദ്യം. ഇവിടെ മനസ്സിലാവാത്ത ഒരു ഭാഷയിലാണ് വന്ന് ചോദിച്ചത്, അതുകൊണ്ട് തന്നെ. ഇനി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എന്തൊക്കെയാണ് സ്നേഹം കൂടുമ്പോൾ വിളിക്കുക? മാതാവേ എന്ന് വിളിക്കുമോ? പിതാവേ എന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. നമ്മൾ എങ്ങനെയാണ് സ്നേഹത്തോടെ വിളിക്കുക? അമ്മ, അപ്പ, അല്ലെങ്കിൽ അച്ഛ, ഉമ്മ, വാപ്പ, ഉമ്മച്ചി, അതുപോലെ അപ്പച്ചി, വാപ്പച്ചി എന്നൊക്കെ വിളിക്കും, അല്ലേ? അത് സ്നേഹം കൂടുമ്പോഴാണ്. അതെല്ലാം നമ്മുടെ മാതൃഭാഷയിലൂടെ അതിൻ്റെ ചന്തം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭാഷ നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. ഇവിടെ ചേർത്ത് നിർത്തും, സ്നേഹം കൊണ്ടുള്ള ഒരു ചേർത്ത് നിർത്തൽ. നമ്മൾ ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഭാഷ എന്താണ്? നമ്മുടെ മാതൃഭാഷയാണ്. അമ്മോ, അയ്യോ, ഓടി വരണേ എന്നൊക്കെ നമ്മൾ ആ സ്പോട്ടിൽ വിളിക്കും. അല്ലാതെ ഓ ഗോഡ് എന്നൊന്നും നമ്മൾ വിളിക്കില്ല, പെട്ടെന്ന് വായിൽ വരില്ല. നമ്മുടെ മാതൃഭാഷയാണ് ഓടി വരിക. അപ്പോൾ ഭാഷയുടെ ചന്തമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരത് വായിക്കുമല്ലോ. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. മാതൃഭാഷയ്ക്ക് ഹൃദയത്തിലേക്ക് കടക്കാനുള്ള കഴിവുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം. അടുത്ത ക്ലാസ്സിൽ തായ്മൊഴി പീലികളുമായാണ് ഞാൻ വരാൻ പോകുന്നത്. അതിൽ നിറയെ കവിതകളാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.